അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാം, നമുക്ക് പറയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈലിൽ തരുന്നത് പരമനാറി പട്ടി കഴിവരടാ മോളെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? ചേച്ചി അവരുടെ അച്ഛനമ്മമാര് പോലും ഇവർ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടും. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. 5,000, 10,000, 50,000 അല്ല മുറിച്ച് ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പമ്മ. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ 20 അല്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണടച്ച് പറയാൻ പറ്റില്ല. അവളുടെ മോന്താട്ടം അറിയാലോ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ? ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ക്യാഷ് എടുത്തിട്ടേ ഇല്ല. ഇത്രയും രൂപ ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു പറഞ്ഞ് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7,000 എണ്ണി മേടിച്ചിട്ടാ പോയത്. അതന്നത്തെ ചോരത്തിളപ്പിന് എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5,000 പാവം 5,000 രൂപ എടുത്തിട്ടില്ല. ഒരു കസ്റ്റമറിന്റെ 7,000 കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ചേട്ടാ കൂടുതൽ നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ. ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുക്കുക എത്ര വർഷമാണ്? ബാക്കി 2 പോട്ടു അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് ഷെയർ ഇട്ടാലേ 3 പേര് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണ്ടുപോകണം. നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ല, ഇവരെടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിങ്ങൾ അയച്ചു കൊടുത്തെന്തിനാണ്? അതല്ല നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കണം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ? ശരി. മോനെ നീ ഒരിക്കലും നന്നാവില്ലടാ. റെസ്റ്റ് എടുക്കാതെ കയറി പറയടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.